Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മൾ ഈ ശുശ്രൂഷയിൽ ഒരുമിച്ച് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? പരിശുദ്ധാത്മാവിന് വേണ്ടി. ലോകം മുഴുവൻ പന്തക്കുസ്ത അനുഭവ ശുശ്രൂഷയിൽ ഒരുങ്ങുമ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ വിളിച്ച് വലിയൊരു കൃപയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നത് കർത്താവാണ്. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും കർത്താവ് ഈ ശുശ്രൂഷ സമയം നമ്മിൽ പ്രവർത്തിക്കും. ആയതിനാൽ സാധിക്കുമെങ്കിൽ നിങ്ങളുടെയൊക്കെ വീടിനടുത്ത്, നിങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിച്ചേ, എന്നിട്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരണം ഈ ശുശ്രൂഷ വില കൊടുത്ത് പങ്കെടുക്കേണ്ട ഒരു ശുശ്രൂഷയാണ്. വിലയുള്ളത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വില കൊടുക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് പല തിരക്കുകളുണ്ടെങ്കിലും ഒരല്പസമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുക. സാധിക്കുന്നവര് ബൈബിളും പേനയും പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ ശുശ്രൂഷയിൽ നമുക്ക് വലിയൊരു ആഗ്രഹത്തോടുകൂടെ പങ്കെടുക്കാം. കാരണം വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നമ്മൾ അധ്വാനത്തോടുകൂടെ ഒരു ശുശ്രൂഷയെ കാണുമ്പോൾ കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. എന്ത് നൽകും? പ്രതിഫലം നൽകുന്നവനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം തിരുവചനം, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാഹത്തോട് പറഞ്ഞ കാര്യമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഈ ശുശ്രൂഷയെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കൈകളൊന്ന് കൂപ്പിപ്പിടിച്ച്, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കൈകളൊന്ന് കൂപ്പിക്കേ, കണ്ണുകളടച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ നിയോഗങ്ങൾ മനസ്സിൽ തെളിയും. അതൊന്ന് സമർപ്പിച്ചേ. ഈ നാളുകളിൽ എൻ്റെ കർത്താവ് എന്നിൽ ഇടപെടണം, ഈ വിഷയത്തിൽ ഇടപെടണം, ഈ ഭാരത്തിൽ, ഈ ദുഃഖത്തിൽ, ഓർത്തോർത്തുള്ള എൻ്റെ ഈ ജീവിത അവസ്ഥയിൽ കർത്താവെ അങ്ങ് ഇടപെടണം. ആ മേഖലകൾ സമർപ്പിക്കുക. സമർപ്പിച്ച് കർത്താവിൻ്റെ മുമ്പിൽ 2 കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ നന്നായിട്ട് തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചോ കേട്ടോ. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. നിന്റെ ജീവിത നിയോഗത്തെ നമ്മൾ കരങ്ങൾ ഉയർത്തി സമർപ്പിക്കുകയാണ്. കർത്താവേ, എൻ്റെ മേല്, എൻ്റെ കുടുംബത്തിൻ്റെ മേല്, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ആ കൈകൾ ഉയർത്തി നമുക്കറിയാവുന്നതുപോലെ നന്നായിട്ട് സ്തുതിക്കണം. ഈ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനാ സമയത്ത് പരിശുദ്ധാത്മാവേ, 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 എനിക്ക് പുതിയ അഭിഷേകം വേണം, എനിക്ക് പുത്തൻ അഭിഷേകം വേണം. ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കും. പ്രതിഫലം നൽകുന്ന കർത്താവ് നിന്നിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. കൈകൾ ഉയർത്തിക്കേ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടണം. ഈ ദൈവജനത്തിലേക്ക് വെളിപ്പെടണം. ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ആമേൻ. പരിശുദ്ധാത്മാവേ, ആമേൻ, ആമേൻ. അളവില്ലാതെന്നിൽ നിറയണമേ. ചേർന്ന് പാടാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. ചേർന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, മുട്ടോളം പോരായേ, അരയോളം പോരായേ, നീന്തിട്ടല്ലാതെ
നീന്തിയിട്ടല്ലാതെ കടപ്പാനാവരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാവരുതേ. നമുക്കൊന്ന് കൈയടിച്ചു പാടിയാലോ? സന്തോഷത്തോടെ അളവില്ലാതെ എല്ലാവരും. അളവില്ലാതെ 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 അളവില്ലാതെന്നിൽ നിറയണമേ, ഓ അളവില്ലാതെന്നിൽ നിറയണമേ. കൈകൾ ഉയർത്തി കൈയടിച്ചേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, മുട്ടോളം പോരായേ, അരയോളം പോരായേ, അരയോളം പോരായേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാവരുതേ, ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാനാവരുതേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ദൈവമക്കളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല വ്യക്തികളുടെ മീതെ പരിശുദ്ധാത്മാവിന്റെ ഒരു കാറ്റടിക്കട്ടെ, ഒരു വലിയ ദൈവശക്തി വന്ന് നിറയപ്പെടട്ടെ. എല്ലാ വ്യക്തികളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, നിരാശ മാറട്ടെ, ദുഃഖം മാറട്ടെ, എല്ലാ വിധത്തിലുള്ള ഭാരങ്ങളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. സ്തുതിച്ച് 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 പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം. ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വലിയൊരു ശുശ്രൂഷ തന്നെ ഒരുക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാനാണ്. ഈശോയെ നമ്മൾ സൗജന്യമായി സ്വീകരിച്ചു, അല്ലേ? യേശു ക്രിസ്തുവിനെ സൗജന്യമായിട്ട് നമുക്ക് ലഭിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണമെങ്കിൽ വില കൊടുക്കണം. വിലയുള്ളത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വില കൊടുക്കണം. ഈ ശുശ്രൂഷ സമയത്ത് ദേ ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മളെല്ലാവരും വില കൊടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്യാഗമെടുത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിശ്ചയമായും കർത്താവിൻ്റെ വലിയ കൃപ നമ്മിലേക്കൊക്കെ ചൊരിയും. സന്തോഷത്തോടുകൂടെ ആ കൈകളൊക്കെ ഒന്ന് കൂപ്പി ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ അടുത്തൊക്കെ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ മുഖത്ത് നോക്കി നല്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഒരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുക. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരിക്കുക. ബൈബിളും നോട്ട് ബുക്കൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കണം. നമ്മൾ ഈ 3 ദിവസത്തെ വലിയ ഒരു ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിന് കൃത്യമായിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയം പരിശുദ്ധാത്മാവ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുമ്പോൾ നമ്മിൽ ചില കാര്യങ്ങൾ അത്ഭുതകരമായി പ്രവർത്തിക്കും. ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളൊരു ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ ഒരു ധ്യാന മന്ദിരത്തിലോ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലോ ആയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. അങ്ങനെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ നിയോഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ വളരെ പ്രധാനമായിട്ടും ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല ഈ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന ചില അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ്. അപ്പം ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇപ്പോൾ ഉള്ളതുപോലെയൊക്കെ ജീവിച്ചാൽ പോരെ? എന്താണ് ഇത്രമേൽ ഈ പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹം കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത? ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഈശോ നമ്മളോട് പറയുന്നതും പഠിപ്പിക്കുന്നതുമായ പ്രധാനപ്പെട്ട കാര്യം, മക്കളെ,
പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങൾ അനുസരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മളൊരു വചനം എഴുതി പഠിക്കാൻ പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം. സെൻറ്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 12, 12-ാം അധ്യായം 12-ാം തിരുവചനം. ഇത് പലർക്കും അറിയാവുന്ന ഒരു വചനമാണ്. എങ്കിലും നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്കത് പ്രധാനമായും നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തും. ആ വചനം ഇങ്ങനെയാണ്: എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇതാണ് വചനം. അപ്പോൾ ആ നോട്ട് ബുക്കിൽ എഴുതിക്കോ കേട്ടോ. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ? വലതുകൈയൊക്കെ ഉള്ളവർ വലതുകൈ ഉയർത്തി പറഞ്ഞേ: എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചേ, എന്തു പറയണം, എന്തു ചെയ്യണം എന്ന് ആര് പഠിപ്പിക്കുമെന്ന്? പരിശുദ്ധാത്മാ പഠിപ്പിക്കുന്നു. ഹോളി സ്പിരിറ്റ് വിൽ ടീച്ച് യു, ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു, ഹോളി സ്പിരിറ്റ് വിൽ സ്പീക്ക് ടു യു. പരിശുദ്ധാത്മാവ് സംസാരിക്കും, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും, പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. ഈശോ ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്റെ ഇന്നത്തെ ജീവിത അവസ്ഥ മാറണോ? എന്ത് ചെയ്യണം? നീ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം: നിങ്ങളുടെ ജീവിത അവസ്ഥയിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളിൽ ഭാരപ്പെട്ട് വിഷാദിച്ച് ജീവിതം തീർന്നു, അല്ലെങ്കിൽ ഇനി എന്തു ചെയ്യണം എന്നിങ്ങനെ 100,000 ചോദ്യങ്ങളോടുകൂടെ ഇരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചോ. ഈ ഒറ്റ കാര്യം എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവിന് നീ കേൾക്കാൻ തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചിത്രം അടിമുടി മാറ്റിമറിക്കപ്പെടും. ഉറപ്പാണ്. ഓരോ വ്യക്തിയും ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രമിച്ചേ. അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചേ. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം, ഗതി അങ്ങ് മാറാൻ തുടങ്ങും. ഈ ദുഃഖം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 77-ന്റെ 10 എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത്, എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ദൈവത്തിൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണെന്ന്. ഇന്നത്തെ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്താണ് നിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം? ഇപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. പേരൻസ് വറീഡ് അല്ലേ? ആരെക്കുറിച്ചാണ്? മക്കളെക്കുറിച്ചാണ്. മകനെക്കുറിച്ച്, മകളെക്കുറിച്ച്, അവരുടെ വിവാഹം, അവരുടെ ജോലി, അവരുടെ പഠനം, അവരുടെ സ്വഭാവം. ഒത്തിരി മാതാപിതാക്കൾ, ധ്യാനകേന്ദ്രത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്ന മാതാപിതാക്കൾ വല്ലാണ്ട് ഭാരപ്പെട്ടായിരിക്കണേ. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഉത്തരവൊന്നുമില്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നിനക്ക് നൽകുന്ന കാര്യം, നിന്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടാത്തത്. അപ്പം ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം, ബി റെഡി ടു ലിസൺ ആൻഡ് ഒബേ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കാൻ ഒരു തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചേ, നമ്മൾ ആര് പറയുന്നത് കേൾക്കും? പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കും, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കും. ഓക്കെ? അപ്പോൾ അടുത്തിരിക്കുന്ന ആളുകളോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം. പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മേഖല അതാണ്. ഈശോ എങ്ങനെയാണ് ഈ ഭൂമിയിൽ, നമ്മളെപ്പോലെ സാധാരണക്കാരനല്ലേ, ഈശോ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ചത്? വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പറയുന്ന കാര്യം, ഈശോയുടെ എല്ലാ നിലപാടിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ സമ്പൂർണമായും ആശ്രയിച്ചിരുന്നു. 1-2 വചനം പറയാം, ഒന്ന് വായിക്കണേ. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം. ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം ആരംഭിക്കുന്നത് ഈശോയുടെ പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ്. ലൂക്കാസ് വിശേഷം ചാപ്റ്റർ 4, സെൻറ്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4, 1-ാം വചനം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി.
അപ്പൊ ദേ 4-ാം വചനം സൂചിപ്പിക്കുകയാണ് ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആത്മാവിൽ നിറയപ്പെട്ടു. ഈ ആത്മാവിൽ നിറഞ്ഞ് ജോർദാനിൽ നിന്ന് മടങ്ങിയ ഈശോ ദേ 4-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം, മരുഭൂമിയിൽ ജീവിച്ചപ്പോൾ സംഭവിച്ചത് എന്താ? യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മരുഭൂമിയിൽ ഈശോ സ്വീകരിച്ചതും അനുഭവിച്ചതും ആരെയാ? പരിശുദ്ധാത്മാവിനെയാ. അതുകൊണ്ടാണ് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ഈശോ ഒരു കാര്യം ദൈവജനത്തെ പഠിപ്പിച്ചു. ഏത്? ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 18. എന്താ പറയുന്നത്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. അങ്ങനെ തുടങ്ങണേ. ഈശോ പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ പറയണം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് കേട്ടോ. ആരുടെ ആത്മാവ്? ഭർത്താവിൻ്റെ അല്ല, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പൊ ഈശോ തൻ്റെ ജീവിതത്തിലുടനീളം ഈ പറഞ്ഞ കാര്യം വെറുതെ പറഞ്ഞ് നിർത്തുവല്ല. ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഈശോയുടെ എല്ലാ സ്വഭാവ രീതികളിലും ഉണ്ടായിരുന്നു. ഈശോയുടെ ഓരോ നിലപാടുകളിലും കൃത്യമായിട്ട് ഈ കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് 1-2 വചനം നമ്മളൊന്ന് വായിച്ച് ശ്രദ്ധിക്കാൻ പോവാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11 11-ാം അധ്യായം. ബൈബിൾ ഉള്ളവർ തുറന്നേ, നല്ല വചനാണ് കേട്ടോ. ഇത് ഈശോയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാൻ പോവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 33-ാം തിരുവചനം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 33. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു. ഒന്നും കൂടെ വായിക്കാം, ശ്രദ്ധിക്കണം. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി. അത് ശ്രദ്ധിച്ചോ. ഈശോ നെടുവീർപ്പിട്ടു, ഈശോ അസ്വസ്ഥനായി. പക്ഷെ ഒരു കുഞ്ഞു കാര്യം കൂടെ അവിടെ എഴുതിയിട്ടുണ്ട് ലൂക്കാസ് സുവിശേഷം. അതെന്തുവാ? യോഹന്നാൻ സുവിശേഷകൻ, യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടു, ഈശോ ആത്മാവിൽ അസ്വസ്ഥനായി. നമ്മൾ നെടുവീർപ്പിടാറുണ്ടോ? അസ്വസ്ഥരാകാറുണ്ടോ? അതേ പണിയുള്ളൂ. രാവിലെ മുതൽ ഈ നെടുവീർപ്പിട്ട് അസ്വസ്ഥനായി ഇരിക്കുമല്ലേ. അപ്പം നമ്മളോട് ഈ വചനം പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? യേശു നെടുവീർപ്പിട്ടതും അസ്വസ്ഥനായതും ആത്മാവിലാണ്. നമുക്ക് ആത്മാവിലാണോ നെടുവീർപ്പിടുന്നതും അസ്വസ്ഥരാകുന്നതും? ചിന്തിച്ചാൽ മതി. ഈശോയുടെ ഈ എല്ലാ മാനുഷിക പ്രവൃത്തികളിലും തൊട്ടു പുറകിൽ വളരെ ശക്തമായിട്ട് നിന്നത് ഈ ആത്മാവിൻ്റെ വളരെ ശക്തമായ പ്രചോദനം. ഹി വാസ് ഡിസ്റ്റർബ്ഡ് ഇൻ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നെടുവീർപ്പിട്ടു, പരിശുദ്ധാത്മാവിനാൽ അസ്വസ്ഥനായി. മറ്റൊരു വചനം വായിക്കാം. യോഹന്നാൻ്റെ തന്നെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനം, ചാപ്റ്റർ 12 വേഴ്സ് 27. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. കണ്ടോ, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. 13-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനം, ചാപ്റ്റർ 13 വേഴ്സ് 21. ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. അപ്പൊ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഈശോയുടെ എല്ലാ മാനുഷിക പ്രവർത്തികളിലും കൃത്യമായി പരിശുദ്ധാത്മാവിൻ്റെ വളരെ വലിയൊരു പ്രചോദനത്തിലാണ് ഈശോ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അസ്വസ്ഥനായത്, നെടുവീർപ്പിട്ടത് ആത്മാവിലാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനം, ചാപ്റ്റർ 10 വേഴ്സ് 21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു. കണ്ടോ, ലൂക്കാസ് വിശേഷകൻ പറയാണ്, ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ, ആത്മാവിൽ ആനന്ദിച്ചു. ഇനി മർക്കോസ് വിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം, ചാപ്റ്റർ 8 വേർഡ്സ് 12, സെന്റ് മാർക്സ് ഗോസ്പൽ 12-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്,
അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മർക്കോസ് സുവിശേഷകനും ലൂക്കോസും നമ്മുടെ യോഹന്നാനും ഒക്കെ ആവർത്തിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈശോയുടെ എല്ലാ പ്രവർത്തികളുടെ പുറകിലും ഈ ആത്മാവിൻ്റെ പ്രചോദനം ശക്തമായിരുന്നു. അതാ നമ്മൾ ആദ്യം പഠിച്ചത്, ലിസൺ ആൻഡ് ഒബേ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുക, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുക. ഇത് നമ്മളെ കൃത്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠമാണ്. ഈ ഭൂമിയിൽ നിനക്ക് സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറാവണം. ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്കുള്ളതാണോ? ഒരു പക്ഷേ ഇത് അച്ഛന്മാർ, കന്യാസ്ത്രീമാർ, ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകർ, അവർക്കൊക്കെ അല്ലേ പരിശുദ്ധാത്മാവിൻ്റെ സ്വരമൊക്കെ കേൾക്കാൻ പറ്റൂ, ഞങ്ങൾക്കൊക്കെ ഉണ്ടോ? ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഈ കൃപ കിട്ടിയിട്ടുണ്ടെന്ന്. നീ ഒന്ന് ശാന്തമായിട്ടിരുന്ന പരിശുദ്ധാത്മാവിനൊന്ന് കേൾക്കാൻ ശ്രമിച്ചു നോക്കൂ. പരിശുദ്ധാത്മാവ് സംസാരിക്കും, നമ്മളോട് ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കും. അതുകൊണ്ടാണ് ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വചനം പറഞ്ഞത്, ആ നാളുകളിൽ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. കുറച്ചു പേരുടെ മേൽ മാത്രമെന്നാണോ? അല്ല, സകലരുടെ മേലും പരിശുദ്ധാത്മാവ്, സകലരുടെ മേലും പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിശ്വസിക്കണം, നിനക്കും പരിശുദ്ധാത്മാവുണ്ട്. ശ്രദ്ധിപ്പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സാധിക്കുന്ന എല്ലാവരും 2 കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിന്റെ സ്വരം കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണം, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും കിട്ടും. എങ്ങനെയുള്ളവർക്ക്? ആഗ്രഹിക്കുന്നവർക്ക് കിട്ടും. നിന്റെ ഇന്നത്തെ ജീവിതാവസ്ഥ എത്ര തകിടം മറിഞ്ഞതാണെങ്കിലും, എത്ര ചെളിക്കുള്ളിലേക്കാണെങ്കിലും, ഇനി രക്ഷപ്പെടാൻ പറ്റാത്ത വണ്ണം അത്രമേൽ ട്രാപ്പിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിക്കുന്ന കരങ്ങൾ ഉയർത്തി എല്ലാവരും നന്നായി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം പഠിച്ചേ, എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവിനെ കേൾക്കാനും അനുസരിക്കാനും ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം ഈ ഭൂമിയിൽ നല്ലൊരു ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ, സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കേൾക്കാനും അനുസരിക്കാനും തയ്യാറാവണം. യേശു നെടുവീർപ്പിട്ടത്, യേശു അസ്വസ്ഥനായത്, യേശു ആനന്ദിച്ചത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടേ. നെടുവീർപ്പ്, അസ്വസ്ഥത, ആനന്ദം, ഇതെല്ലാത്തിൻ്റെയും അടിസ്ഥാനം പരിശുദ്ധാത്മാവിലായിരുന്നു. പരിശുദ്ധാത്മാവിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വലിയ ആത്മീയ രഹസ്യം നമുക്ക് സ്വന്തമാക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷം തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു. 12-ാം അധ്യായം 11-ാം തിരുവചനം, തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. കേട്ടോ, ഒന്നും കൂടെ വായിക്കാം. തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. തീഷ്ണതയിൽ നമ്മൾ മാന്ദ്യം കൂടാതെ ആത്മാവിലൊരു ജ്വലനം വേണം, ആത്മാവിലൊരു ജ്വലനം വേണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കേണ്ടതും ഈ ആത്മാവിൻ്റെ പ്രചോദനം. അതുകൊണ്ട് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നു, ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ഇതൊരു ചോദ്യമാണ്. ചോദ്യം കേട്ടോ. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എന്നാന്നറിയോ? ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി 3 തലങ്ങളാണ്: ശരീരം, മനസ്സ്, ആത്മാവ്. ബോഡി, മൈൻഡ് ആൻഡ് സോൾ. നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇത് ചില കാര്യങ്ങൾ, ദർശനങ്ങൾ കിട്ടും. ശരീരം എന്ന് പറയുന്നത് എപ്പോഴും ശരീരത്തിന് എന്താണ് ഇഷ്ടം, ശരീരത്തിന് എന്താണ് സന്തോഷം. ബോഡിക്ക് എപ്പോഴും ഒരു പ്ലഷർ പ്രിൻസിപ്പിളുണ്ട്.
ശരീരത്തിന് എപ്പോഴും ഒരു സുഖം കിട്ടാനുള്ള ആഗ്രഹമുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? ശരീരത്തിൻ്റെ ആഗ്രഹം എന്താ? ഒരു സുഖം കിട്ടുക എന്നുള്ള. ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാനാണോ അതോ ഒരു ഗാനമേള, അതായത് ഇപ്പോഴുള്ള ഏതെങ്കിലുമൊക്കെ ഗാനമേളയിൽ പങ്കെടുക്കാനാണോ ഇഷ്ടം? ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ല. കാരണം അയ്യോ ബോറടിക്കും, അവിടെ പോയിരുന്ന് ഇത് കേൾക്കണം, ധ്യാനഗുരു പറയുന്നത് കേൾക്കണം, ബോറാണ്. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമാണ്, അല്ലേ? ഉദാഹരണത്തിന് കൊന്ത ചെല്ലാനാണോ ഇൻസ്റ്റാഗ്രാം റീൽസ് ഫേസ്ബുക്ക് വായിച്ചുകൊണ്ടിരിക്കാനാണോ ഇഷ്ടം? കൊന്ത കയ്യിലെടുക്കുമ്പോൾ തന്നെ കോട്ടുവാ വരുന്നു, ക്ഷീണം വരുന്നു, ഭാരം വരുന്നു, അസ്വസ്ഥത. മറ്റത് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കിക്കൊണ്ടിരുന്നാൽ ക്ഷീണമില്ല, അല്ലേ? ഒരു സിനിമയല്ല, 2 സിനിമയില്ല, 10 വെബ് സീരീസും വേണേൽ കണ്ടുകൊണ്ടിരിക്കുക, ഒരു ക്ഷീണവും ഇല്ല. ഇതിന് ക്ഷീണമാണെന്ന്. കാരണം എന്താ? നമ്മുടെ ശരീരത്തിനുണ്ടല്ലോ, ഈ ശരീരത്തിന് നന്മ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന് എന്താ ആഗ്രഹം? ശരീരത്തിൻ്റെ ആഗ്രഹം ഇതൊന്നൊന്ന് കണ്ണടയ്ക്കാം, ശരീരത്തിനൊരു വിശ്രമം നല്ലതാണ്, അല്ലേ? ഒരു കൊച്ചു മയക്കമൊക്കെ പലർക്കും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിലർക്ക് ഇത് ഇപ്പോൾ ഇട്ടിട്ട് പോകാം എന്നൊരു ചിന്ത വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അല്ലേ? കാരണം ഇത് നമ്മുടെ കയ്യിരിക്കുന്ന ചോയ്സ് ആണല്ലോ. നമുക്ക് വേറെ ചാനൽ കാണാം, അല്ലെങ്കിൽ വേറെ സൈറ്റുകൾ സന്ദർശിക്കാം, വേറെ യൂട്യൂബിൽ പോയി പ്രോഗ്രാം കാണാം, പല സാധ്യതകളും നമുക്കുണ്ട്. എന്നാൽ നമ്മൾ ഓർക്കണം, ഈ ശരീരത്തിൻ്റെ ഇങ്ങനെയുള്ള പ്രവണതകളെ ആത്മാവിൽ നിഹനിക്കുന്നവരാണ് ദൈവമക്കൾ. ശ്രദ്ധിക്കണം, ശരീരത്തിന് ഇങ്ങനെയുള്ള ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങളെ നമ്മൾ നിഹനിക്കണം, എന്നിട്ട് ആത്മാവിൽ ജീവിക്കണം. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ശരീരത്തിന് എപ്പോഴും എന്താണുള്ളത്? ഇങ്ങനെ ഒരു സുഖം തേടുന്ന ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം നമ്മുടെ ശരീരത്തിനുണ്ട്. സത്യമായ കാര്യം, അല്ലേ? രണ്ടാമത്തത് മനസ്സാണ്. എന്താണ് മനസ്സിലുള്ളത്? കുറേ വികാരങ്ങൾ, ഇമോഷൻസ്, വികാരങ്ങൾ, നല്ലതും ചീത്തതുമായ കുറേ വികാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള വികാരങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ? നിങ്ങൾ പോസിറ്റീവായ വികാരങ്ങളെക്കുറിച്ച് ചിന്തിച്ച്, എന്ത് വികാരമാണ് പോസിറ്റീവായിട്ട്? സഹോദരി എന്താ ഉള്ളിലുള്ളതൊന്ന് ചിന്തിച്ചേ. അപ്പോൾ ആലോചിച്ച് വരുമ്പോൾ തന്നെ പോസിറ്റീവായിട്ട് അധികം ഒന്നും കാണുന്നില്ല. നെഗറ്റീവാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്, അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വികാരങ്ങൾക്കനുസരിച്ച് ഒരിക്കലും തീരുമാനമെടുക്കരുത്. വലിയ അപകടം ഉണ്ടാവും. വികാരങ്ങൾക്കനുസരിച്ച് തീരുമാനം എടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വികാരങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുത്താൽ വലിയ അപകടത്തിൽപ്പെടും. ഇന്നലെ നമ്മുടെ ധ്യാന മന്ദിരത്തിൽ താമസിച്ചുള്ള ആന്തരിക സൗഖ്യ ധ്യാനം തീർന്നു. അപ്പോൾ സമാപനത്തിൽ ഒരു പെൺകുട്ടി വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാനപ്പോൾ ആ പെൺകുട്ടിക്ക് മൈക്ക് കൊടുത്തു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ സാക്ഷ്യം, ഞാൻ ഈ ധ്യാനത്തിന് വളരെയധികം ഭാരപ്പെട്ടും സംശയിച്ചും വന്ന വ്യക്തിയാണ്. ഈ ധ്യാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഒരു വലിയ ഭാരം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞു, ഏസാവ് 1 കപ്പ് പായസത്തിനു വേണ്ടി സ്വന്തം ജീവിതത്തിൻ്റെ അനുഗ്രഹം മുഴുവൻ വിറ്റവനാണ്. അപ്പോൾ ഏസാവിനെ കുറിച്ച് ക്ലാസ്സിൽ പ്രതിപാദിച്ചപ്പോൾ, ഏസാവ് 1 കപ്പ് പായസത്തിന് വേണ്ടി, അല്ലേ, വിശപ്പെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. 1 കപ്പ് പായസത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം മുഴുവൻ വിറ്റവനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്, ഞാൻ ഈ ഏസാവിനെ കുറിച്ച് കേട്ടു. എന്നിട്ട് ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ, ഞാൻ ഈ ധ്യാനത്തിന് വന്ന് സംശയിച്ചും ഭാരപ്പെട്ടും ആണല്ലോ, അപ്പം ഞാനിങ്ങനെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ച് കിടക്കുന്നു. എൻ്റെ ഉള്ളിൽ, കർത്താവേ അങ്ങ് ഇടപെടണമേ എന്നൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കേണ്ട രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാൻ കണ്ടത് ഒരു ചെറുപ്പക്കാരൻ, എനിക്ക് ഈ പരിചയമുള്ളൊരു ചെറുപ്പക്കാരൻ, ഈ പെൺകുട്ടി പറയുക, എനിക്ക് പരിചയമുള്ള ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരൻ 1 കപ്പ് പായസം എൻ്റെ നേരെ നീട്ടുന്നു. ഞാനിത് ഈ സ്വപ്നത്തിൽ വളരെ അസ്വസ്ഥയായി. അതിനുശേഷം ഞാൻ കുറേ നേരം കട്ടിൽ എഴുന്നേറ്റിരുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഈ പെൺകുട്ടി പറയാണ്, എൻ്റെ ഉള്ളിലേക്ക് ഏസാവ് കുടിച്ച ഒരു പാത്രം പായസത്തിൻ്റെ ആ അനുഭവം ഓർമ്മ വന്നു. ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഞാൻ തീരുമാനിച്ചതിൻ്റെ കാരണം തന്നെ ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു.
അതിനുള്ള ഉത്തരമാണ് സ്വപ്നത്തിൽ ഒരു ദർശനം പോലെ എനിക്ക് കിട്ടിയത്. അതായത് ഒരു കപ്പ് പായസം, ഒരു ചെറുപ്പക്കാരൻ വെച്ച് നീട്ടി ഒരു കപ്പ് പായസം, അതെൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടതാണ്. ഇതായിരുന്നു എൻ്റെ പ്രശ്നം. ആ പ്രശ്നത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ കർത്താവ് എന്നെ സഹായിച്ചു. ഒരു കപ്പ് പായസത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടമാക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടി ഇത് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ്. ഞാൻ ഇന്നലെ തീരുമാനമെടുത്തു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കപ്പ് പായസത്തിന് വേണ്ടി എന്നത് ഈ പെൺകുട്ടിയോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംശയിച്ചു വന്നത് എന്ത് ചെയ്യണം. പക്ഷെ തീരുമാനം എടുക്കാൻ, കർത്താവേ ഞാൻ എൻ്റെ ജീവിതം ഒരു കപ്പ് പായസത്തിന് വേണ്ടി കളയില്ല. ഇത് പറയുമ്പോൾ ഒരു കപ്പ് പായസം എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന വലിയ കൃപ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തീരുമാനം എടുക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളുകളോട് പറഞ്ഞ്, വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തീരുമാനം എടുക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ മക്കളോട് പറയണേ. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വലിയ സങ്കടത്തിലോട്ടാണ് ചെന്ന് വീഴുന്നത്. ഈ അടുത്ത നാളിൽ 18 വയസ്സ് തികഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനും അമ്മയും ഒറ്റ മോളും ഭയങ്കര സന്തോഷമുള്ള, വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന കുടുംബം. ഈ 18 വയസ്സ് തികഞ്ഞ അന്ന് ബർത്ത്ഡേയുടെ കേക്കൊക്കെ മുറിച്ചു കഴിഞ്ഞപ്പോൾ പെണ്ണ് വന്ന് അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് പറയുവാണ്, ദേ വീടിൻ്റെ പുറത്ത് എൻ്റെ പ്രിയപ്പെട്ടവൻ വെയിറ്റ് ചെയ്യുന്നു, എനിക്ക് അവൻ്റെ കൂടെ പോകണം. അപ്പനും അമ്മയും നെഞ്ചത്തടിച്ച് കരച്ചിൽ. പാവപ്പെട്ടവർ കണ്ണുനീരോടെ ചോദിക്കുന്നു, എൻ്റെ പൊന്നുമോളെ നീ എന്തോ ഈ പറയുന്നേ? 18 വയസ്സ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആളുടെ കൂട്ടത്തിൽ പോകാൻ ഇന്ത്യൻ ഗവൺമെൻറ് നിയമം അനുവദിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി പറയുക. അപ്പം അതുകൊണ്ട് ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു, ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണ്ട. എനിക്കിനി അവൻ്റെ കൂടെ ജീവിച്ചാൽ മതി. അവനാണ് ഇനി എനിക്കെല്ലാം. അവസാനം ബഹളമാവുന്നു, പോലീസ് വരുന്നു, പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നു. കാറുമായിട്ട് പുറത്ത് ചെറുക്കൻ്റെ കൂട്ടുകാരും അവർ കയറി വരുന്നു. അടിപിടി, ബഹളം, അസ്വസ്ഥത. പോലീസ് സ്റ്റേഷനിൽ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ പോലീസുകാർ പോലും പറയുവാണ്, 18 വയസ്സ് കഴിഞ്ഞില്ലേ, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മാതാപിതാക്കൾ കണ്ണുനീരോടെ ചോദിക്കുന്ന ചോദ്യം, എൻ്റെ ഈ മകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? ഈ പെൺകുട്ടിയാണെങ്കിൽ കട്ട് ആൻഡ് റൈറ്റ് ഇവള് പറയുവാണില്ല, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കണം. ഓർക്കേണ്ട കാര്യം, വികാരത്തിനനുസരിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വല്ലാണ്ട് ഭാരപ്പെടേണ്ടി വരും. ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഏതെങ്കിലും വിഷയങ്ങളിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തെന്ന് ആലോചിച്ചാൽ മതി. ഇന്നലകളിൽ നമ്മളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ, ആ തെറ്റായ തീരുമാനങ്ങൾ നമ്മളെ അത്രമേൽ ഇന്ന് ഭാരപ്പെടുത്തുന്നു. വികാരങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കരുത്. നിന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് നിനക്കൊരു ശ്രദ്ധ വേണമെന്ന് ഈ ശുശ്രൂഷ അവസരത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തീരുമാനം എടുക്കുമ്പോൾ വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കരുത്. പരിശുദ്ധാത്മാവിനോട് ആലോചിച്ചു വേണം തീരുമാനമെടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഈശോ തൻ്റെ സ്വഭാവത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. വെറുതെ ഒരു ആശയം പഠിപ്പിച്ചിട്ട് ഈശോ മാറി നിൽക്കുകയല്ല, മറിച്ച് ഈശോ നമ്മളെ കൃത്യം വ്യക്തമായി, എടാ മകനെ, മകളെ, നീ ഭൂമി ജീവിക്കുന്നുണ്ടല്ലോ, നീ എങ്ങനെ ജീവിക്കണം? പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ടാണ് ഈശോ തൻ്റെ അവസാന നിമിഷങ്ങളിൽ സ്വർഗത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായി ശിഷ്യന്മാരോട് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 4. ഇതാ ഈശോ ഒരു കാര്യം ശിഷ്യന്മാരെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയാണ്, അവരോട് പറഞ്ഞ് ജീവിതത്തെ ബലപ്പെടുത്തുകയാണ്. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. അപ്പം ഈശോയ്ക്ക് വ്യക്തമായിട്ടൊരു കാര്യം അറിയാം, ഈ ശിഷ്യന്മാർ ഈ ഭൂമിയിൽ സമാധാനത്തോടെ ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, മക്കളെ, നിങ്ങൾ ഓടിപ്പോകരുത്, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ ഭാരപ്പെടരുത്, അസ്വസ്ഥപ്പെടരുത്. യു വെയിറ്റ് ആൻഡ് പ്രേ ഫോർ ഹോളി സ്പിരിറ്റ്.
പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ചാടരുത്. ഒരു പ്രതിസന്ധി ഉണ്ടായി, ഏതെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടായി, ഉടനെ തന്നെ നിന്റെ വികാരങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ അബദ്ധമായിട്ട് മാറും. ഇന്ന് നമ്മൾ ജീവിതത്തിൽ സങ്കടം അനുഭവിക്കുന്ന പല വിഷയങ്ങൾക്കും കാരണം വൈകാരികമായി ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചാടിപ്പുറപ്പെട്ടത് കൊണ്ടല്ലേ? അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിക്കോ, ഓരോരോ കാര്യങ്ങളും, ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥ. ഈ കഴിഞ്ഞ നാളിൽ ഒരു കുടുംബത്തിലെ വലിയ ഒരു ദാരുണ കൊലപാതകം. നല്ല മനുഷ്യനാണ് ഇദ്ദേഹം, ക്രിസ്ത്യാനിയാണ്, കുടുംബത്തിൻ്റെ സ്നേഹമാണ്, എല്ലാമാണ്. പക്ഷേ അദ്ദേഹത്തിന് അയൽവാസിയോടുണ്ടായൊരു വഴക്ക്, ദേഷ്യം അരിശം വന്നു കഴിഞ്ഞപ്പോൾ സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു മൂർച്ചയേറിയ ആയുധം കൊണ്ട് ആ അയൽവാസിയെ കൊന്നു. അതിൻ്റെ പേരിൽ ഇന്ന് ഒരു കുടുംബം തകർന്നു തരിപ്പണമായി. കണ്ണുനീര്. ഈ മനുഷ്യനോട് പിന്നീട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അച്ഛാ എനിക്ക് പറ്റിപ്പോയച്ചാ, എൻ്റെ തലയ്ക്കകത്തേക്ക് ഈ അരിശവും ദേഷ്യവും അത് വികാരങ്ങളാണ്. അതിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. എൻ്റെ പ്രിയരെ, വികാരങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കരുത്. ഇതൊക്കെ എന്തിനാ പറയണമെന്നറിയോ? ദേ ശ്രദ്ധിച്ചേ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഇതൊരു തിയറി ആയിട്ട് പള്ളിയിൽ മാത്രം, ധ്യാന ശുശ്രൂഷ സമയത്ത് മാത്രം ശ്രദ്ധിക്കേണ്ടതല്ല. മറിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ട കാര്യം. വളരെ ശ്രദ്ധിച്ചോളൂ. നമുക്കൊരു കാര്യം, വീട്ടിലെ ഒരു കാര്യം ഇപ്പം നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യം, സ്വാഭാവികമായിട്ടും നമുക്ക് ഉടനെ ദേഷ്യം വരുന്നു, കൈകാലുകൾ ചൊറിഞ്ഞു വരുന്നു, അങ്ങനെയല്ലേ? അസ്വസ്ഥതമായിട്ട് ഇങ്ങോട്ട് വരുന്നു, നമ്മുടെ വായിൽ നിന്ന് ചില വാക്കുകൾ വീഴുന്നു. സൂക്ഷിക്കണം. അങ്ങനെ ഒരു ജീവിതാവസ്ഥ ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ തന്നെ നമ്മൾ ആരോട് കൺസൾട്ട് ചെയ്യണം? ആത്മാവിനോട് കൺസൾട്ട് ചെയ്യണം. അപ്പം ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 തരത്തിനും 3 ദൗത്യങ്ങളുണ്ട്. ആത്മാവിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൻ്റെ ദൗത്യം തീരുമാനങ്ങൾ എടുക്കുക, ഡിസിഷൻ. എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് ആത്മാവാണ്. അപ്പം മനസ്സിൻ്റെ പ്രത്യേകത എന്താ? മനസ്സിൻ്റെ റോൾ എന്താ? മനസ്സിൻ്റെ റോളാണ് ആത്മാവെടുത്ത തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യണം. ശരീരത്തിൻ്റെ റോൾ എന്താ? ശരീരം അത് എക്സിക്യൂട്ട് ചെയ്യണം, നടപ്പിലാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, അസ്വസ്ഥത, ഉറക്കം, ഭാരമൊക്കെ വരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടുമ്പോൾ എൻ്റെ ഉള്ളിൽ അരിശം വരുന്നു, അരിശവും ദേഷ്യവും. അപ്പം ഈ അരിശവും ദേഷ്യവും വരുമ്പോഴത്തേക്ക് ഈ ശുശ്രൂഷ മുന്നോട്ട് നീങ്ങത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ ആത്മാവിനോട് ചോദിക്കണം, ആത്മാവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആത്മാവ് എന്നോട് പറയും, നീ ശാന്തമാകൂ അല്ലേ? എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തെ പരിശുദ്ധാത്മാവ് ചില ഉത്തരങ്ങളിലൂടെ എന്നെ ശാന്തമാക്കുമ്പോൾ എന്താ ഗുണം? ഈ ശുശ്രൂഷ ഭംഗിയായിട്ട് മുന്നോട്ട് നീങ്ങും. നിങ്ങളുടെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങും. ഒരു തീരുമാനം എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ വളരെ ശ്രദ്ധിക്കണേ, മക്കളോട് ഇടപെടുമ്പോൾ വൈകാരിക തലത്തിലല്ല ഇടപെടേണ്ടത്, ശരീരത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവണതയിലല്ല ഇടപെടേണ്ടത്, മറിച്ച് ആത്മാവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ ഒരു ബോധ്യതലം ഉയരണം. ഈ ആത്മാവിനോട് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ. ഹല്ലേലൂയാ. ഈ ശുശ്രൂഷ സമയത്ത് ഈ വലിയ കൃപയാണ് നമുക്ക് പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്നത്. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് കൺസൾട്ട് ചെയ്യണം, പരിശുദ്ധാത്മാവിനോട് ആലോചിക്കണം. ഈശോ എല്ലാ തീരുമാനങ്ങൾ എടുത്തപ്പോൾ പരിശുദ്ധാത്മാവിനോട് ആലോചിച്ചു. വിവേകപരമല്ലാതെ ഒരു തീരുമാനം എടുത്തേക്കരുതെന്ന്. ഈ കഴിഞ്ഞ നാളിൽ ഗൾഫിൽ കിടന്ന് ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ച് അതിൽ നിന്ന് കിട്ടിയ സ്വത്തൊക്കെ ആയിട്ട് നാട്ടിൽ വന്നു. അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങി. അത് പൊളിഞ്ഞ് പാളീസായിപ്പോയി. അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് കരച്ചിൽ, അച്ഛാ ഞാൻ തുടങ്ങിയ ബിസിനസ് പൊളിഞ്ഞു പോയി, അങ്ങനെയായി ഇങ്ങനെയായി, ഇനി ഞാൻ എന്തു ചെയ്യും? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇദ്ദേഹം സഹോദരൻ തുടങ്ങിയ ബിസിനസ് ഇത് ആര് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്? ഈശോയോട് ചോദിച്ചോ?
പരിശുദ്ധാത്മാവിനോട് കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നി ഇതിങ്ങനെ ചെയ്യാൻ, ഞാൻ അങ്ങനെ ചെയ്തു. എനിക്കിങ്ങനെ തോന്നി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തോന്നലാണ്, തോന്നൽ. അത് ഈ വൈകാരിക തലത്തിലാണ് തോന്നൽ. ഈ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? തോന്നിയവാസി എന്നാണ് വിളിക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തോന്നലുകൾക്കനുസരിച്ച് തീരുമാനം എടുക്കരുത്. ഇൻസ്റ്റിങ്ക്റ്റ്, നമുക്ക് ഒത്തിരി തരത്തിലുള്ള തോന്നലുകൾ നമുക്കുണ്ടാവും, ഒരിക്കലും എടുക്കരുത്. നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും പരിശുദ്ധാത്മാവോട് കൺസൾട്ട് ചെയ്യണം, പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കുമ്പോൾ കൃത്യം വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പം ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യതലത്തിലേക്ക് നമുക്ക് എടുക്കണം. ഞാനൊരു തീരുമാനം എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ആലോചിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും, ഈ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കണോ വേണ്ടയോ, സെമിനാരിൽ ചേർന്നൊരു വൈദികനാകണോ വേണ്ടയോ എന്നിങ്ങനെയുള്ള വലിയ തീരുമാനങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഓരോരോ കാര്യങ്ങളും, ഓരോ ദിവസത്തിലും ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ, കർത്താവേ, ഞാനിപ്പോൾ ഇയാളോട് എന്താ സംസാരിക്കണ്ടേ? ഞാനൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ, ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ, ഒരു കാര്യം കാണുമ്പോൾ, അല്ലേ? ഇപ്പം നമ്മൾ ഒത്തിരി പേര് സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി അഡിക്റ്റ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ സ്പീക്ക് ടു ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവരുടെ ആലോചന ചോദിക്കുക. ഞാൻ ഈ കാര്യം കാണണോ വേണ്ടയോ? ഞാൻ ഇത്രയും സമയം ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസും കണ്ടുകൊണ്ടിരിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ഓരോരോ കാര്യങ്ങളോടും നമ്മൾ പരിശുദ്ധാത്മാവിനോട് കൺസൾട്ട് ചെയ്യുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് നമ്മളെ നയിക്കും. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കുഞ്ഞു ഹോംവർക്കും കൂടെ നൽകുകയാണ്. എന്താണെന്നറിയാവോ? അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകം 1-ാം അധ്യായം തൊട്ട് 10-ാം അധ്യായം വരെ സമയം കിട്ടുമ്പോൾ ശാന്തമായിട്ടൊന്ന് വായിക്കണം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 10-ാം അധ്യായം വരെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ആദിമ ക്രൈസ്തവരെ നയിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു മേഖലയാണ്. 1-ാം അധ്യായം തൊട്ട് 10-ാം അധ്യായം വരെ കേട്ടോ. സമയം കിട്ടുമ്പോൾ ശാന്തമായിട്ട് വായിക്കുക. ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പത്രോസും യോഹന്നാനും ആദിമ ക്രൈസ്തവരൊക്കെ എങ്ങനെ ബലം പ്രാപിച്ചു, എങ്ങനെ അവർ ജീവിച്ചുവെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയതിനാൽ ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതും ഈ അഭിഷേകത്തിൽ വളരാൻ വേണ്ടി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. കാരണം നമുക്ക് ഒത്തിരി തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. വൈകാരിക തലത്തിൽ നമ്മൾ തീരുമാനങ്ങളെടുത്ത് പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട് പല സമയങ്ങളിലും. ഈ ആരാധന സമയത്ത് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ ശക്തമായ ദൈവിക പ്രചോദനങ്ങളാൽ ഞങ്ങളെ ബലപ്പെടുത്തണം, കേട്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒന്ന് മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൾത്താരയിൽ ആരാധന സമയമാണ്, നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആമേൻ, ആമേൻ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. രണ്ട് കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുന്ന സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നമ്മുടെ ഇന്നത്തെ ജീവിത അവസ്ഥയെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സങ്കടങ്ങൾക്കും ദുഃഖത്തിനും കാരണം നമ്മൾ ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ തിരസ്കരിച്ചതുകൊണ്ടല്ലേ?
അതുകൊണ്ടാണ് ദാവീദ് രാജാവ് സങ്കീർത്തനം 77:10 നമ്മളോട് ചോദിക്കുന്നത്, ഇന്ന് നമ്മൾ ദുഃഖിക്കുന്നതിൻ്റെ കാരണം ആത്മാവിൻ്റെ ശക്തി തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ ആരാധന സമയം അത്ഭുതകരമായ ദൈവീക കൃപ എൻ്റെ മേൽ ജ്വലിക്കപ്പെടണം. ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ കേൾക്കാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. 2 കരങ്ങളും പരിശുദ്ധ അൽത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ചേ. ഇതാ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം തിരുവചനം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവേൻ. ഈ കാര്യം നീ തീരുമാനത്തിലേക്ക് എത്തുക. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള വലിയ തീരുമാനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 കരങ്ങളും അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് ഈ ശരീരത്തെ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ ശരീരത്തിൻ്റെ നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ. പല വിധത്തിലുള്ള ശാരീരിക ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ ശരീരത്തിനുണ്ട്. ഈ ലോകത്തോട് വല്ലാണ്ടുള്ള വലിയ മമത നമ്മുടെ ശരീരത്തിനുണ്ട്. ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ മാത്രം നമ്മൾ പൂർത്തീകരിക്കാൻ പോയാൽ ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ നഷ്ടപ്പെടും. ആയതിനാൽ ഈ ശരീരത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ഈശോയെ, ഈ ശരീരത്തിൻ്റെ മേലുള്ള നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി കർത്താവെ എൻ്റെ ശരീരത്തിലേക്ക് വെളിപ്പെടണമേ. ഈശോയെ, ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും സാധിക്കുമെങ്കിൽ ആ ശിരസിലൊന്ന് കരങ്ങൾ ഇങ്ങനെ കമഴ്ത്തി വെച്ച്, 2 കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. നിന്റെ മനസ്സിലെ വൈകാരിക മേഖലകളിൽ ഇതാ യേശുവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. വികാരങ്ങൾക്കനുസരിച്ച് ഒരു തീരുമാനവും എടുക്കില്ല എന്ന് തീരുമാനമെടുക്കുക. വികാരങ്ങൾ പലതും നമ്മുടെ ഉള്ളിലുണ്ടാവും. ദേഷ്യവും അരിശവും അസ്വസ്ഥതയും തെറ്റായ വ്യത്യസ്ത ചിന്തകളും ഒക്കെ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നീ ഒരു കാര്യം തീരുമാനിക്കുക. ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൻ്റെ വികാരങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കില്ല. കർത്താവ്, ഞാനതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്നലകളിലുണ്ടായ അനേകം അനുഭവങ്ങൾ, ചില കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടാവും, നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടാവും. ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ നിന്റെ തലയ്ക്കകത്ത് കിടക്കുന്നുണ്ടാവും. ആരെങ്കിലും പറഞ്ഞ ചില കാര്യങ്ങൾ നിന്റെ ആത്മീയ മേഖലയെ മൊത്തം താഴ്ത്തോട്ടിടിച്ച് താഴ്ത്തുന്ന ഏതെങ്കിലുമൊക്കെ തിന്മയുടെ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞത് നിന്റെ തലയ്ക്കകത്തുണ്ടാകും. നീ വിശ്വസിക്കണം, നിന്റെ ആത്മീയ ജീവിതത്തെ മറ്റൊരു വ്യക്തി പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ മുമ്പിൽ നീ ഇട്ടുകൊടുക്കരുത്. നീ നിന്റെ സ്വസ്ഥത നശിപ്പിക്കരുത്. കർത്താവേ, ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മനസ്സിലെ വിചാരങ്ങളെ പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് ശക്തി വേണം. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആത്മീയ ജീവിതം നയിക്കാൻ തക്കവണ്ണം പുതിയ അഭിഷേകം വേണം. അപ്പസ്തോല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അഭിഷേകം പ്രാപിക്കട്ടെ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, എന്നിൽ ശക്തമായിട്ട് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ ആഗ്രഹിക്കുന്നു. ചേർന്ന് കയ്യെ കടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ചേർന്ന് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോൽ ആത്മാവേ അധിക ബലം, ആദിയിലെന്ന പോൽ ആത്മാവേ അധിക ബലം കൈയടിച്ച് പാടി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ
അറിയുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടുത്തട്ടെ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണമേ. കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ, ശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ അടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് വലിയ അഭിഷേകം, വലിയൊരു വിടുതല് കർത്താവെ ചൊരിയണമേ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റണമേ. പുതിയ കൃപ കർത്താവെ ദൈവജനത്തിന്റെ മേൽ ചൊരിയണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവിന്റെ ഈ ശക്തി സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനും കേൾക്കാനുമുള്ള വലിയൊരു തീരുമാനം ഇത് ഈ അൾത്താരയുടെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണടച്ചൊന്ന് ചിന്തിച്ചേ. ഇന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാനും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നതിനും എന്താണ് നിന്റെ ഉള്ളിലുള്ള തടസ്സം? ആ തടസ്സത്തിൻ്റെ മേഖലകളെ ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ സമർപ്പിക്കുക. പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിനക്കുണ്ടാവും. ഒരുപക്ഷെ നീ ആയിരിക്കുന്ന ഇന്നത്തെ ജീവിത അവസ്ഥയിലെ ചില പാപബന്ധനങ്ങൾ ഒരുപക്ഷെ ദൈവിക സ്വരം കേൾക്കുന്നതിന് തടസ്സമായിട്ട് നിന്റെ ഉള്ളിലുണ്ടാവും. ആ മേഖലകളെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില തിന്മകൾ, ദുശീലങ്ങൾ, ബാഡ് ഹാബിറ്റ്സ് നമ്മളെ വല്ലാണ്ട് പീഡിപ്പിക്കുന്നുണ്ട്. ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ തന്നെ ഉള്ളിലുള്ള അഹംഭാവ ചിന്തകൾ, അഹങ്കാര ചിന്തകൾ, നമ്മൾ എന്തോ ആണെന്നുള്ള ചിന്ത സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ തന്നെ ജീവിതത്തിലെ ഇന്നോളമുള്ള ജീവിത അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മളെ വീണ്ടും താഴ്ത്തോട്ട് മാറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ പല അനുഭവങ്ങളും നമ്മൾ വിചാരിക്കും എല്ലാം തികഞ്ഞു. എന്നാൽ അങ്ങനെയല്ല. പിശാചിന്റെ വലിയൊരു തട്ടിപ്പാണ്. നിന്റെ ജീവിതത്തിൽ നമുക്ക് ഉള്ളിൽ വരുന്ന ഈ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നതിന് നിനക്ക് തടസ്സമായിട്ടുണ്ടെങ്കിൽ അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കണം, ആഗ്രഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാനുള്ള വലിയ തീരുമാനം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം നീ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിന്റെ അനുദിന ജീവിതത്തിൽ ഒരു ദിവസം 24 മണിക്കൂർ സമയമുണ്ട്. നിനക്ക് കിട്ടുന്ന 24 മണിക്കൂറിൽ എത്ര സമയം ദൈവകാര്യങ്ങൾക്ക് നീ മാറ്റിവെക്കുന്നുണ്ട്? വചനം വായിക്കാൻ എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്? ജപമാല ചൊല്ലാൻ നീ എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്? പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ നീ എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്? ലോകത്തിന്റെ പല കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ദൈവകാര്യങ്ങൾക്ക് എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്? എൻ്റെ പ്രിയരെ, നഷ്ടപ്പെട്ടു പോയ അഭിഷേകം തിരിച്ചു പിടിക്കണം. പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ചില കൂട്ടുകെട്ടാവും, ചില ബന്ധങ്ങൾ നമ്മുടെ സമയം മുഴുവൻ കൊല്ലുന്നതായിരിക്കും. ചില ബന്ധങ്ങൾ. ഈ സമയം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിന്റെ ജീവിതത്തിൽ ആത്മീയ മേഖലകളെ തകർക്കുന്ന ഏതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് സമർപ്പിച്ച് ആ മേഖലകളിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ആരാധന സമയത്ത് എൻ്റെ മേൽ അത്ഭുതകരമായൊരു വിടുതൽ സംഭവിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവജനമേ, ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ കെട്ടുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ദുശീലങ്ങൾ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ദൈവിക സ്വരം കേൾക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ചില മേഖലകളുണ്ടെങ്കിൽ ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണ്.
നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈ ശുശ്രൂഷ സമയത്ത് വലിയ ഡെലിവറൻസ്, വലിയ വിടുതൽ അനുഭവിക്കാൻ പോവുകയാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ നന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഈ ശരീരത്തിൻ്റെ മേലുള്ള അധികാരം പരിശുദ്ധാത്മാവിന്, നിന്റെ മനസ്സിൻ്റെ വൈകാര തലങ്ങളുടെ അധികാരം പരിശുദ്ധാത്മാവിന്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഭാരപ്പെടുത്തുന്ന, എന്നെ നശിപ്പിക്കുന്ന, എന്നെ ശല്യപ്പെടുത്തുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന സകല തിന്മകളെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല തിന്മകളും കർത്താവേ ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിൽ നിന്ന് വിട്ടുമാറപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. സകല ബന്ധനങ്ങളും കർത്താവ് അഴിക്കട്ടെ, സകല കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. വലിയ സ്വാതന്ത്ര്യം ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓ, ദൈവത്തിന്റെ ശക്തിയെ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. The mighty power, the mighty anointing സംഭവിക്കട്ടെ. ദൈവജനത്തിലേക്ക് സംഭവിക്കട്ടെ. യെസ്, വിശ്വസിച്ചു. വിടുതലുണ്ടാകട്ടെ, സംഭവിക്കട്ടെ. വിടുതലുണ്ടാകട്ടെ, ആത്മാവേ, ആത്മാവേ, വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ, സംഭവിക്കട്ടെ. വിടുതലുണ്ടാകട്ടെ, Holy Spirit, വിടുതലുണ്ടാകട്ടെ. ആമേൻ, ആമേൻ. കെട്ടുകൾ പൊട്ടട്ടെ, എന്റെ കെട്ടുകൾ ഈ ശുശ്രൂഷ സമയത്ത് തന്നെ അത് സംഭവിക്കട്ടെ. കർത്താവേ, എന്നിൽ കത്തിപ്പടരണമേ, പരിശുദ്ധാത്മാവേ, സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ വ്യക്തികളിലേക്ക് വെളിപ്പെടട്ടെ. ദൈവിക ശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ദൈവിക കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ആമേൻ, ആമേൻ, ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ, Praise the Lord. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി നിങ്ങളായിരിക്കുന്നിടങ്ങളിലൊന്ന് മുട്ടുകുത്തിക്കേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ആത്മീയ പ്രചോദനങ്ങൾ കേൾക്കാൻ മനസ്സില്ലാതെ വിഘടിച്ച് തിരസ്കരിച്ച് വലിയ വിഷമങ്ങളിലൊക്കെ കഴിയുന്നവരുണ്ടാവും. വലിയ ഭാരത്തിൽ കഴിയുന്നവരുണ്ടാവും. ജീവിതം നശിച്ചുവെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. കൈകൾ കൂപ്പി കണ്ണടച്ച് അവരെ ഒന്ന് ഓർത്തേ. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നീ ആശീർവാദം സ്വീകരിക്കണം. കർത്താവേ, ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ, എൻ്റെ പരിചയത്തിൽ, എൻ്റെ കുടുംബ കൂട്ടായ്മയിൽ, എൻ്റെ ഇടവകയിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചില ആളുകളുടെ മുഖങ്ങൾ കർത്താവേ ഞാനിതാ എൻ്റെ മുമ്പിൽ തെളിയുന്നു. ഞാൻ ഇവരെ അൾത്താരിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ആത്മീയ പ്രചോദനമനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണം അവർക്ക് കൃപ നൽകണമേ. ആ വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ആശീർവദിക്കേണമേ, എന്നെ ആശീർവദിക്കേണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.